ഹേയ് ഗായ്സ്, അപ്പോൾ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വന്നാക്കുവാണ്. രാവിലെ തന്നെ എണീറ്റു. ഇവിടെ കാക്കയും പട്ടിയും പൂച്ചയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ രാവിലെ എണീറ്റിട്ട് മീനുവിൻ്റെ തോട്ടത്തിൽ നിന്ന്, മീനുവൊക്കെ താമസിക്കുന്ന വീട്ടുകാരുടെ ഓണറിൻ്റെ തോട്ടമാണ്. അപ്പം ഞങ്ങൾ ജസ്റ്റ് പയറും കാര്യങ്ങളൊക്കെ പറിക്കാൻ പോവാണ്. ഞാൻ അത് നിങ്ങളെ കാണിച്ചു തരാം. ഇത് നമ്മൾ ഇടുക്കിക്ക് പോയതുകൊണ്ട് ഇവിടെ ഒന്നും പറിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഉണ്ടോ, എല്ലാം പോയി. പയറൊക്കെ ഇഷ്ടം പോലെ പയറുണ്ടാവും. നമ്മളിവിടെ ഇല്ലാത്തതുകൊണ്ട് ഉറുമ്പുകളാണ് തിന്നോണ്ടിരുന്നത്. ഗൈസ്, ഉറുമ്പുകളാണ് തിന്നെന്നാണ് പറയുന്നത്. ഇത് ഹൈബ്രിഡ് ആയിട്ടുള്ള പയറാണ് അല്ലേ മീനു? ഹൈബ്രിഡ് തൈയാണ്. ഇതുണ്ട്. ഇതിൻ്റെ അകത്തൊന്നും ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഒരു വിത്തെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അയ്യോ, അത് കാണിച്ച് കൊള്ളാം. ലാസ്റ്റത്തെ ആണേലും ഞാൻ വന്നപ്പോൾ ഇതേണ്ടേ രാവിലെ നമ്മൾ പയറ് പറിക്കില്ല പണി. ഇതുണ്ട്, ഒരാളുണ്ട്. ഇവൻ്റെ പേരാണ് ബ്രൗണി. പക്ഷെ ഇവനെ ഞാൻ പാന്തർ എന്നാണ് പേരിട്ടേക്കുന്നത്. പാന്തറെന്ന് വിളിക്കുമ്പോൾ കേൾക്കത്തില്ല, ബ്രൗണി എന്ന് വിളിക്കുമ്പോൾ കേൾക്കും. എന്നൊക്കെ ഫ്രണ്ട്സ്, എന്നാക്ക കാര്യങ്ങളുള്ളതെന്ന്. ചീരയുണ്ട്, ചീര, പയറ്, ചോളം ഞാൻ കണ്ടില്ല. ഇതിൻ്റെ അകത്തൊന്നും ഇല്ലാത്ത ചോളം കാണിച്ചിട്ട് പറയാ ചോളമാന്ന്. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ പച്ചക്കറി തോട്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കുവാണ്. അടിപൊളി, സൂപ്പർ. ഇതിന്റെ ഇടയ്ക്ക് കൂടെ ഒരാള് എഴഞ്ഞു നീങ്ങുന്നുണ്ട്. ഇതേണ്ടേ കാണിച്ചേ, ബ്രൂണോ ഒരു മോടത്തെ എന്നാണ് പട്ടിയുടെ ഉമ്മയൊക്കെയാണ് രാവിലെ. ഒരു പ്ലാവ് നിറച്ചും ചക്ക കായ്ച്ചു നിൽക്കുന്നുണ്ട്. നമുക്കത് എങ്ങനെയായെന്ന് നോക്കാം. അടിപൊളി. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ രാവിലത്തെ വിളവെടുപ്പ് എന്ന് പറയുന്നത്. മീനു നട്ടതല്ല, ഇവിടെ തങ്ങള് നട്ടാ. എന്നിട്ട് ഞങ്ങൾ വിളവെടുക്കുന്ന അത്രയും മാത്രമേ ഉള്ളൂ. അടിപൊളി. ഞാൻ കുറച്ച് പയറാ. ഈ വെണ്ടയ്ക്ക അതാണ് ഗൈസ്, വെണ്ടയ്ക്ക. ഓക്കെ. ഇതാണ് നമ്മുടെ ചക്കമരം. ചക്ക ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചക്ക മീൻകറിയും വെക്കുന്ന കാണിച്ചു തരാം. എന്തായാലും നമ്മൾ രാവിലത്തെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുവാണ്. അപ്പം അതൊക്കെ പാന്തറങ്ങ് പോയി. എന്തായാലും നല്ല രസമുണ്ട്. നമ്മുടെ ഇടുക്കി പോലെ ഒന്നും അല്ല. ഇവിടെ മൊത്തം ഇടുക്കിയിലും കൃഷിയുണ്ട്, പക്ഷെ നമ്മുടെ അവിടെയൊക്കെ നട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനം കാണത്തില്ല. ഇങ്ങനെ നമ്മൾ രാവിലത്തെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് തോരൻ വെക്കാം. അതാണ് ഇനിയിപ്പോൾ നമുക്ക് അടുത്തുള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത്. നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയണേ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം.